കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് കാണാൻ ആയിരങ്ങൾ. തോരാമഴയത്തും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തിയ ആയിരങ്ങളുടെ മനം നിറച്ച കാഴ്ചയായിരുന്നു ആനയൂട്ട്. ഇത്തവണ കൊമ്പന്മാരും പിടിയാനകളുമടക്കം 55 ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത്. രാവിലെ 5 മണിക്ക് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 1008 നാളികേരത്തോടെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് തുടക്കമായി. നാളികേരത്തോടൊപ്പം 2000 കിലോ ശർക്കര, 1500 കിലോ അവിൽ, 500 കിലോ മലർ, തേൻ, എള്ള്, കരിമ്പ്, ഗണപതി നാരങ്ങ എന്നിവയും ഉൾപ്പെടുന്നതായിരുന്നു അഷ്ടദ്രവ്യങ്ങൾ. രാവിലെ 9 മണിയോടെ ക്ഷേത്രമേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി ആദ്യ ഉരുള തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടിക്ക് നൽകിയതോടെ ആനയൂട്ടിന് തുടക്കമായി. തുടർന്ന് കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ്, എംഎൽഎമാരായ ചാണ്ടി ഉമ്മൻ, രാജൻ പല്ലൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. രവീന്ദ്രൻ, മറ്റ് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, ഭക്തർ, ആനപ്രേമികൾ തുടങ്ങിയവരും ആനകൾക്ക് ഉരുളകൾ നൽകി. മഞ്ഞൾപ്പൊടി, തേൻ, ശർക്കര എന്നിവ ചേർത്ത 500 കിലോ ഔഷധ ചോറായിരുന്നു ആനകൾക്ക് നൽകിയത്. ഇതോടൊപ്പം പൈനാപ്പിൾ, തണ്ണിമത്തൻ, മുന്തിരി, കരിമ്പ്, കക്കിരിക്ക, ചോളം, പഴം എന്നിവയും ഉൾപ്പെട്ടതായിരുന്നു ആനയൂട്ട്. വടക്കുംനാഥനെ വണങ്ങി പടിഞ്ഞാറേ ഗോപുരനട വഴിയാണ് ആനയൂട്ടിൽ പങ്കെടുക്കാനുള്ള ആനകൾ തിരുമുറ്റത്തെത്തിയത്. എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, കുട്ടൻകുളങ്ങര അർജുനൻ ഉൾപ്പെടെയുള്ള കൊമ്പന്മാരും പിടിയാനകളുമടക്കം 55 ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. ആനയൂട്ടിന് ശേഷം അന്നദാന മണ്ഡപത്തിൽ 10,000-ഓളം ഭക്തർക്കായി അന്നദാനവും വിതരണം ചെയ്തു.